അതെ, ഇത് നമുക്ക് പീച്ചിങ്ങ കൊണ്ട് വ്യത്യസ്തമായ ഒരു കറി ഉണ്ടാക്കിയാലോ? പീച്ചിങ്ങ പൊള്ളിച്ചത്. സാധാരണ നമ്മൾ പീച്ചിങ്ങ കൊണ്ട് പരിപ്പിട്ട് കറി വെക്കാറുണ്ട്, ഉണക്കച്ചെമ്മീനിട്ട് കറി വെക്കാറുണ്ട്. ഇതങ്ങനെയല്ല, വളരെ വ്യത്യസ്തവും എന്നാൽ വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഇതിൽ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? പീച്ചിങ്ങ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂക്കാത്ത പീച്ചിങ്ങയാണ് വേണ്ടത്. ഞാനിവിടെ 4 പീച്ചിങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പിടി ചെറിയ ഉള്ളിയും 1 സവോളയും 1 പിടി കറിവേപ്പിലയും 8-10 ഉണക്കമുളക് ചൂടുവെള്ളത്തിൽ ഒരു 15-20 മിനിറ്റ് നേരം കുതിർത്ത് വെച്ചതും 1/2 കപ്പ് വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ ഉപ്പ് മാത്രം മതി. ആദ്യമായിട്ട് പീച്ചിങ്ങയുടെ കൂർത്ത് നിൽക്കുന്ന തൊലി ഒരു പീലർ വെച്ചോ കത്തി വെച്ചോ ചെത്തിക്കളയുക. പിന്നെ കട്ടിയായി നിൽക്കുന്ന തൊലി ഉണ്ടെങ്കിൽ അതും ചെത്തിക്കളയുക. മുഴുവൻ തൊലിയും ചെത്തിക്കളയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ കാണിക്കുന്നത് പോലെ 4ആയിട്ട് കീറി വലിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക. പിന്നെ ഒരു ഇടികല്ലിൽ ആദ്യം കുതിർത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക. അതിനുശേഷം ആ വറ്റൽമുളകിൻ്റെ മുകളിലേക്ക് ഓരോ ഉള്ളി എടുത്ത് വെച്ച് ചതച്ചെടുക്കുക. അതും വല്ലാതെ ചതഞ്ഞ് പോകേണ്ട ആവശ്യമില്ല, ഒന്ന് നന്നായിട്ട് ചതഞ്ഞാൽ മതി. ഇനി ചൂടായ ചീനച്ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയിട്ട് ഒന്ന് മണം വരുമ്പോൾ സവോള അരിഞ്ഞതും കൂടെ ചേർത്ത് വെച്ച് ഇളക്കുക. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്നതും കൂടെ കൂട്ടി ഒന്ന് ഇളക്കി പീച്ചിങ്ങയും കൂടെ ചേർത്ത് ഇളക്കി മൂടി വയ്ക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പ് ചേർത്താൽ പീച്ചിങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി പീച്ചിങ്ങ വല്ലാതെ വെന്ത് പോകും. ഇങ്ങനെ വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു 80-90% വെന്ത ശേഷം മാത്രം കറിയിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. സ്വല്പം ചാറോടുകൂടി വേണം സെർവ് ചെയ്യാനായിട്ട്. തീരെ വറ്റി വരണ്ടു പോകരുത്. ചാറുണ്ടെങ്കിലേ കറിക്ക് സ്വാദുണ്ടാവുകയുള്ളൂ. വളരെ രുചിയുള്ള ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. Thanks for watching.